സാറേ നമസ്കാരം. നമസ്കാരം. KPCC പ്രസിഡൻ്റാകാൻ സർവ്വതാ യോഗ്യനായ ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. ആൾ മോശക്കാരനല്ല, അടൂർ പ്രകാശ്. ശരി. അടൂർ പ്രകാശ് കെ സുധാകരനെ വെട്ടിയിട്ട് KPCC പ്രസിഡൻ്റ് ആകുമോ? ശരി. നിങ്ങൾ എല്ലാ ഡൈനാസ്റ്റീസും അങ്ങനെ വേണം പഠിക്കാനത്. ചരിത്രത്തിൽ വലിയ വലിയ രാജവംശങ്ങൾ ഉണ്ടായതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടികളും ഈ പറയുന്ന പോലെ ഭരണകൂടങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു. നമുക്കൊരു ടെസ്റ്റ് കേസായിട്ട് മുഗൾ ഡൈനാസ്റ്റി എടുക്കാം. മുഗൾ രാജവംശം ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ പാൻ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഡൈനാസ്റ്റിയാണ്. ഇന്നത്തെ കാണുന്ന ഇന്ത്യനെ ഏതാണ്ട് കേരളവും ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഭരിച്ചിരുന്ന ആളുകളാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ ബാൽക്ക് എന്നുള്ള പറയുന്ന അന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ പ്രദേശങ്ങൾ ഏതാണ്ട് സെൻട്രൽ ഏഷ്യ വരെ ഒരു ഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആളുകൾ അവർ. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവരുടെ രാജാക്കന്മാരൊക്കെ ഭീകരന്മാരായിരുന്നു. ബാബർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹുമയൂണായപ്പോൾ ബാബായിരുന്നു, അക്ബറിൻ്റെ ബാബറിൻ്റെ മോൻ. പിന്നെ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭരിച്ച ചക്രവർത്തി. ഏതാണ്ട് 50 വർഷക്കാലം അദ്ദേഹം ഭരിക്കുന്നുണ്ട്. ഈ ജഹാംഗീറിനോട് കൂടിയിട്ട് ഈ ശക്തരായ രാജാക്കന്മാരുടെ കാലഘട്ടം, കാരണം ഇയാൾ ഒരുപാട് കാലം ഭരിച്ചു. ഇത് 50 വർഷം ഭരിച്ചപ്പോൾ ഇയാളെ മോന് തന്നെ അധികാരത്തിലേറുമ്പോൾ ബഹദൂർ ഷാ ഫസ്റ്റിന് ഏതാണ്ട് 70 വയസ്സുണ്ടായിരുന്നു. അപ്പം ബഹദൂർ ഷാ ഫസ്റ്റ് ഏറ്റവും ഉന്നതമായ തരത്തിൽ മുഗൾ എംപയർ നിൽക്കുന്നത് ഈ പറയുന്ന ഔറംഗസേബിൻ്റെ സമയത്താണ്. അതാണ് ബഹദൂർ ഷാ ഫസ്റ്റിന് കിട്ടുന്നത്. അങ്ങേരെ കൈ കിട്ടിയതിനു ശേഷം പിന്നെ ഒരുപാട് രാജാക്കന്മാരാണ് 100 വർഷത്തിന് ഇത് തകർന്നു. സാമ്രാജ്യം തകർന്നു. 100 വർഷം ഏതാണ്ട് നിന്നിട്ടുള്ളൂ. അപ്പോൾ ബഹദൂർ ഷാ പിന്നെ ഫസ്റ്റ് തൊട്ട് സെക്കൻഡ് വരെയുള്ള കാര്യത്തിൽ ഒരു 10-20 രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. പല പേര് പോലും നമുക്കറിയില്ല. മുഹമ്മദ് 1, മുഹമ്മദ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിന് കാരണം വെച്ചാൽ ഈ അവസാന കാലഘട്ടം ആകുമ്പോഴേക്ക് ഈ എംപയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി, നശിക്കാൻ തുടങ്ങി. അപ്പോൾ നശിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ ഉപജാപങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഒരു രാജാവിനും ഇപ്പോൾ അക്ബറിൻ്റെ 14 വയസ്സ് മറ്റേ രാജാവ് ഏതാ അക്ബറിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ബൈറാങ്കൻ ഉണ്ടായിരുന്നു ഒരു 20 വയസ്സ് വരെ. നിങ്ങൾ അക്ബറിൻ്റെ സിനിമ കണ്ടാൽ മനസ്സിലാവും, യോധ അക്ബർ. അല്ല, അക്ബറിനെ ഒരു സീരോ മറ്റോ വന്നു കളർ, അത് കണ്ടാൽ മനസ്സിലാവും. ഈ 20 വയസ്സ് വരെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ബൈറാങ്കനാണ്. എല്ലാ അക്രമത്തെ അദ്ദേഹം രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ആളുണ്ടാവില്ല. ഈ പ്രൊട്ടക്ടർ തന്നെ എന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ അയാൾക്ക് രാജാവായിക്കൂടെ. അങ്ങനെ രാജാവിന് വിഷം കൊടുത്ത് കൊല്ലും, വേറെ ചെറിയ ആളെ പിടിച്ച് രാജാവാക്കും. അങ്ങനെയാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റും കെ മുരളീധരൻ വരെയുള്ള ഒരു സമയത്ത്, രമേശ് ചെന്നിത്തല വരെയുള്ള സമയത്ത് കുറച്ചെങ്കിലും ഈ ഒരു ഭരണമെങ്കിലും കിട്ടിയ പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഭരണം കിട്ടുമായിരുന്നു. UDF സംവിധാനം ശക്തമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ സുധീരൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്ക് ഭരണവും ഇല്ല, പാർട്ടിയും ഇല്ലാത്ത അവസ്ഥയായി. ഇനി ആരായാലും പ്രശ്നമൊന്നുമില്ല, ആരാണെങ്കിലും ആക്കാം, ആര് വന്നാലും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ മാറ്റം ഉണ്ടാകാൻ ശേഷിയുണ്ട് എന്ന് ഞാൻ കരുതിയ ഒരാൾ സുധാകരനായിരുന്നു. കാരണം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അടിക്കടി, തിരിച്ചടി, കൊലപാതകം, ഈ രീതിയിലാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ഇങ്ങനെ പോകാതെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടിക്കും നിൽക്കാൻ പറ്റില്ല. അടിച്ചടിക്കണം, ആ രീതിയിൽ മാറി കേരള പൊളിറ്റിക്സ്. കണ്ണൂർ CPM-ന്റെ സ്റ്റൈല് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നിന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലായിടത്തും സൗത്തിലൊന്നും ഇത്രമാത്രം അടി ഉണ്ടാവില്ലായിരുന്നു മുമ്പ്. ഇപ്പോൾ സൗത്തിലാണെങ്കിൽ കൊല്ലാ തിരിച്ചു കൊല്ലുക, അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അല്ല, ഗുണ്ടാ സംഘടനത്തെ രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ തിരിച്ചടി ഇല്ലാതെ പോകുന്നുള്ളൂ. അങ്ങനെ തിരുവനന്തപുരത്ത് ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഒരു സംവിധാനത്തിൽ ഒരു കോൺഗ്രസിന് അടി കിട്ടിയാൽ തിരിച്ചടിക്കുമെന്നൊരു ഫീൽ ഉണ്ടാക്കണം, വെട്ടിയാൽ തിരിച്ചു വെട്ടുമെന്നൊരു ഫീൽ ഉണ്ടാക്കണം, അവൻ്റെ കുടുംബം അനാഥമായി പോയില്ലെന്നൊരു ഫീൽ ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാൾ സുധാകരനാണ്. കൂടെ ഉണ്ടാവും ആയിരുന്നു. ഏത് സുധാകരൻ എന്ന് വെച്ചാൽ ഒരു 2010 വരെയൊക്കെയുള്ള സുധാകരൻ. ആ സുധാകരൻ എവിടെയും തൊടിയിച്ചിട്ടില്ല. സുധാകരൻ്റെ അസുഖമൊക്കെ വന്ന് പ്രായക്കായി മനസ്സെത്തുന്നിടത്ത് കൈയെത്താത്ത സമയത്ത് സുധാകരനെ പിടിച്ച് KPCC പ്രസിഡന്റായി. ഈ സുധാകരനെ കൊണ്ടൊന്നും പറ്റില്ല. ഇനി സുധാകരൻ ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇവരാരും സമ്മതിക്കുകയില്ല. പക്ഷെ അന്നായിരുന്നുവെങ്കിൽ സുധാകരൻ ചെയ്യണമെന്ന് വെച്ചാൽ സുധാകരൻ ചെയ്യായിരുന്നു. മനസ്സ് വിചാരിക്കുന്നിടത്ത് സുധാകരൻ്റെ കൈയെത്തുന്നു, ഇപ്പം എത്തില്ല. അതുകൊണ്ട് ഇപ്പം സുധാകരൻ തന്നെ നിന്നാലോ, സുധാകരനെ മാറ്റിയിട്ട് മുരളീധരൻ വന്നാലോ, മുരളീധരനെ മാറ്റിയിട്ട് അടൂർ പ്രകാശ് വന്നാൽ ഒരു കാര്യമില്ല. ഇതിനകത്തൊരു സമുദായത്തിൻ്റെ സമവാക്യം, അതായത് അടൂർ പ്രകാശ് ഈഴവ സമുദായക്കാരൻ, സുധീരൻ ഈഴവനായിരുന്നു. അല്ല, എന്നാലും ആർ ശങ്കറിന് ശേഷം മുല്ലപ്പള്ളി ഒരു മുഖ്യമന്ത്രി, അതെ,
അപ്പോൾ അത് അത്തരം ചില കാര്യങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ സമുദായത്തെ കൂടെ ചേർക്കാം എന്നുള്ള ഒരു ചിന്ത കൂടി വരുന്നുണ്ടോ? ബാല പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാനെന്താ പൊട്ടനാ അതുപോലെ ചോദിക്കുന്നുണ്ട്. ഇഴവന്മാരെന്താ പൊട്ടന്മാരാണ്? ശക്തനായ നേതാവാണ് ഈ സമുദായത്തിൽ സ്വാധീനമുള്ള. സമുദായത്തിൽ സ്വാധീനമുണ്ട്. എത്ര ഇഴവന്മാർ അടൂർ പ്രകാശ് ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ചു എത്ര ഇഴവന്മാർ വോട്ട് ചെയ്യും? ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ അണ്ടറിലുള്ള ഇഴവന്മാർ, വെള്ളാപ്പള്ളിക്ക് അദ്ദേഹം താല്പര്യം തോന്നും, ബിജു രമേശിന്റെ അണ്ടറിലുള്ള കുറച്ച് ഇഴവന്മാരൊക്കെ വോട്ട് ചെയ്യും. ഒരു 10 സീറ്റൊക്കെ ഒരു പരമാവധി അതിൽ കേരളത്തിൽ മറഞ്ഞാലേ. ഇപ്പം വേറൊരു പ്രശ്നമുണ്ട്. ഈ ഈഴവാന്റെ നല്ലൊരു പങ്ക് ഈ BDJS ഒക്കെ ഇപ്പം BJPയിലേക്ക് പോയിരിക്കുക. മാത്രമല്ല കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ മൊത്തം ആ രീതിയിൽ ആരുടെ ഒരു കരയോത്തിലെ വോട്ടൊന്നും നോക്കിയാൽ ഇപ്പം ബുദ്ധിമുട്ടാണ്. NSS പിന്നെയും പറ്റും. കാരണം NSS ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉണ്ടാക്കി പോയിട്ടില്ല. അത് മുമ്പ് രാഷ്ട്രീയ പാർട്ടി വന്നതില്ലാതെ പിന്നെ NSS ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. SNDP അതല്ല, മോലാളി തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ. തുഷാർ അതിന്റെ നേതാവാണ്. തുഷാർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ BJPക്കും CPM-നൊക്കെ പരിപാടി നിങ്ങളെ കൂടെ നടന്നിട്ട് നിങ്ങളെ ഫാമിലി കയറും. അവസാനം നിങ്ങളെ ഈ മൗനരാഗം എന്ന് പറഞ്ഞ സീരിയലുണ്ട് ഈ ഏഷ്യാനെറ്റ് ഇപ്പം വരുന്നത്. അതിൽ ബഗാസുര എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്, രാഹുൽ എന്നിട്ടാണ് പേര്. അപ്പോൾ ഈ രാഹുലിനെ പോലെയാണ്. നിങ്ങളെ കൂടെ നടന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ കയറിയിട്ട് അവസാനം നിങ്ങൾ ഔട്ടാക്കും. നിങ്ങൾ ഔട്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ കുടുംബക്കാരെ അവരും കൂടെ കൊണ്ടുപോകും. അതുപോലെയാണ് ഈ CPM-നും കോൺഗ്രസിന്റെ ഈ ഇവരെ സുബാരെ RSSന്റെ BJPന്റെ RSS BJPയുടെ അവർ നിങ്ങളൊരു സഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ അനുയായികളെ കൊണ്ട് അവരങ്ങ് പോകും. പിന്നെ നിങ്ങൾ മാത്രം എപ്പത്ത് ബാക്കിയാവും. പിന്നെ നിങ്ങൾക്ക് വിലവേശാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുമ്പാണെങ്കിൽ നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം വയലാർ രവിയെ അവഗണിച്ചാണ്. ഈ ആന്റണി ചുക്കുമായിരുന്നില്ല, വയലാർ രവി ആയിരുന്നു. ഡെയറിങ് പേഴ്സണാലിറ്റി, കരുണാകരനോട് പ്രകടിപ്പിക്കാവുന്ന ഡെയറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു ഈ വയലാർ രവി. വയലാർ രവി മണക്ക് കോൺഗ്രസ്സുകാരനുമല്ല. വയലാർ രവിന്റെ അമ്മയും അച്ഛനൊക്കെ സ്വാതന്ത്ര്യ സമരമൊക്കെ ബന്ധപ്പെട്ട അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈഴവ പ്രമാണിമാരാണ്. മനസ്സിലായോ? ചേർത്തലൊക്കെ വയലാർ രവി ഈ ഗർജിക്കുന്ന സിംഹം എന്നാണ് രാജ്യസഭയിൽ അറിയപ്പെട്ടുള്ളത്. വയലാർ രവിയുടെ തന്നെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രവി തന്നെ ആന്റണിനെയൊക്കെ കൊണ്ടുവന്നത്. ഒരു ഘട്ടം എത്തിയപ്പോൾ കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറിയെ മറ്റോ ആക്കേണ്ട സമയത്ത് 89-ലോ മറ്റോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആന്റണിയെ ചൂസ് ചെയ്തു. അതിന്റെ മുമ്പേ ആണെന്ന് തോന്നുന്നു എനിക്ക്. ആന്റണി ചൂസ് ചെയ്തു. എന്താ അങ്ങനെ സംഭവം? അപ്പൊ വയലാർ രവി ചോദിച്ചു എന്താണ് ആന്റണി? അപ്പൊ അത് മൈനോറിറ്റീനെ കൊണ്ടുവരാം. അതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒന്നും അകന്നിരുന്നു. അപ്പോൾ ഒരു സിറിയൻ ക്രിസ്ത്യാനിയെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവരെ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ഈ സിറിയൻ ക്രിസ്ത്യൻ പ്രമാണിമാരൊക്കെ കേരള കോൺഗ്രസിന്റെ കൂടെ പോയിരിക്കുകയാണ്. അത് ആന്റണി സിറിയൻ ക്രിസ്ത്യാനികളെ അംഗീകരിക്കാൻ അവർക്കൊരു ബഹുമാനമില്ല. ആന്റണിക്ക് തിരിച്ചുമില്ല. പക്ഷേ ഈ മുഖം വെച്ചപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുകൊണ്ടാണ് കോൺഗ്രസ് അയാളെ ചൂസ് ചെയ്തത്. പക്ഷെ അതിന് കൊടുക്കേണ്ട വില ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായ കോൺഗ്രസ്സുകാരൻ ആയ വയലാർ രവി ഒരിക്കലും മുഖ്യമന്ത്രി ആയില്ല. KPCC പ്രസിഡന്റ് ആയത് തന്നെ എങ്ങനെയാണ്? കരുണാകരന്റെ കൂടെ നിന്നുകൊണ്ട്. കരുണാകരൻ ഒരു വലിയ ആൽമരത്തിന്റെ തണലിൽ വേറെ ഒരു വലിയ ആൽമരത്തിന് പറ്റില്ല. ഇദ്ദേഹം വേറെ ആൽമരമായിരുന്നു. എന്നാൽ കോൺഗ്രസ് തന്നെ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറയാവുന്ന ഒരു എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്ന കോൺഗ്രസ് തന്നെയായിരുന്നു വയലാർ രവി. വയലാർ രവിക്ക് അന്ന് മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ആ ശങ്കറിന് പണി കൊടുത്തു എന്നുള്ള ചീത്തപ്പേര് മാറി കിട്ടായിരുന്നു. ആ ശങ്കറിന് പിന്നെ താൻപോരിമുള്ള നേതാവായിരുന്നു. ആ ശങ്കറിനെ ഒന്നും നിങ്ങൾക്ക് മന്നത്ത് ആചാര്യനെ ആ ശങ്കറിനെ ഒന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊടയുടെ തണലൊന്നും നിർത്താൻ പറ്റില്ല. അവരെ ഒറ്റയ്ക്ക് തന്നെ ഒരു ഐക്കൺസ് ആണ്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് വന്നു. പിന്നെ അവര് ശത്രുക്കളായി. അവരെ നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തണൽ നിർത്താൻ പറ്റുന്ന ആളുകളാണ്. പക്ഷേ വയലാർ രവിയെ പറ്റിയായിരുന്നു. വയലാർ രവിയെ അന്ന് മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഈ പൈസക്കാർ ഈഴവർ കോൺഗ്രസും പാവപ്പെട്ട ഈഴവർ CPM ആയിരുന്നു. അറിയാലോ, അങ്ങനെയാണ് പൊതുവെ. ഇപ്പം ഈ പൈസക്കാർ കോൺഗ്രസ്സുകാരും കുറച്ചൊക്കെ BJPയിലേക്കും CPM-ലേക്കും പോയി തുടങ്ങി. കോൺഗ്രസ് ഇല്ലാതാകുന്നതോടുകൂടി വയലാർ രവി ഒരു ഈഴവ പ്രമാണി കൂടിയായ വയലാർ രവി അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കായി വന്നിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഗുണമെന്ന് വെച്ചാൽ ഈഴവരിൽ നല്ലൊരു പങ്കിലെങ്കിലും ഒരു ഏതായാലും പപ്പാതി ഈഴവരെങ്കിലും കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുകയായിരുന്നു. അത് കോൺഗ്രസ് പിടിച്ചാൽ കിട്ടും. നായർ, ഈഴവ, സിറിയൻ ക്രിസ്ത്യൻ. വയലാർ രവിക്ക് വേറൊരു ഗുണമുണ്ട്. സിറിയൻ ക്രിസ്ത്യാനികൾക്ക് വയലാർ രവി അവരുടെ ആളാണ്. മേസി സിറിയൻ ക്രിസ്ത്യനാണ്. കല്യാണത്തിന് സഭ എതിരാണെങ്കിൽ പോലും വയലാർ രവിനെ പിന്നെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സത്യം ആന്റണിയിലേക്കാർ അവർക്ക് ഗുണം കിട്ടിയത് വയലാർ രവിനെ കൊണ്ടാണ്. വയലാർ രവിക്ക് ഈ പറയുന്നത് എടാ താൻ എന്നൊക്കെ വിളിക്കുകയും എന്നാൽ കൂടെ കൂട്ടുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല ഒന്നാം തരം പൊളിറ്റീഷ്യനായിരുന്നു. ആ ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം അടൂർ പ്രകാശ് അങ്ങനെ വയലാർ രവിൻ്റെ സ്റ്റാച്ചു ഉള്ള ഒരാളൊന്നല്ല. അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന് ഉപജാപങ്ങൾ നടത്താൻ പറ്റും, അദ്ദേഹത്തിന് ചില ഈ ഡബിൾ വോട്ട് പിടിപ്പിച്ചതുപോലെയുള്ള അത്ര ഇടപെടലുകളൊക്കെ പറ്റും. പക്ഷേ ആ ഒരു സ്റ്റാച്ചറിൽ വരാത്തൊരു എളുപ്പമൊന്നുമല്ല ഓൾ കേരള അടിസ്ഥാനത്തിൽ. വയലാർ രവി കേരളത്തിൽ നിന്ന് വന്ന ഒരു പക്ഷേ ആദ്യത്തെ പാൻ ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ്. കാരണം വയലാർ രവി പിന്നെ റോറിംഗ് ലയൺ എന്നായിരുന്നു രാജ്യസഭയിലെ പാർലമെന്റ് അറിയപ്പെട്ടത്. ഇന്ദിരാ ബ്രിഗേഡായിരുന്നു.
ഇവരെ അങ്ങോട്ട് സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നിൽക്കില്ല. ഈ ആന്റണിയെ തന്നെ പല സമയത്തും രക്ഷപ്പെടുത്തിയത് ഇപ്പൊ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതൊക്കെ വയലാരബിയാണ്. ഇന്ദിരാഗാന്ധി ചോദിച്ചു, ഓക്കെ ഇന്ദിരാഗാന്ധി ഹി ഹാസ് പ്രോബ്ലം വിത്ത് മീ, ബട്ട് വൈ ഹി റിസൈൻഡ് എന്ന് ചോദിച്ചു. ഇമോഷണൽ പേഴ്സൺ. വയലാരബിയാണ് തിരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ വളരെ അപൂർവ ആളുകളെ ഈ AIDMK കോൺഗ്രസുമായിട്ട് ചേർത്ത് നിർത്തിയത് വയലാരബിയാണ്. അതോടുകൂടിയാണ് അവിടെ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കും, നിയമസഭയിലേക്ക് ഇവരെയും ജയിപ്പിച്ചു കൊടുക്കുക. ആ സഖ്യമുണ്ട്, കോൺഗ്രസ് വലിയ ഗുണം ചെയ്ത സഖ്യമാണ്. വളരെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഒരിക്കലും ശ്രീനിവാസൻ അടയാളം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻ്റ് ആയ സമയത്ത് MGR കാണാൻ പോയി. MGR പക്ഷേ പോകുമ്പം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട ആൾ വന്നു, നിങ്ങൾ ഒരിക്കലും മലയാളം സംസാരിക്കില്ല, തമിഴ് സംസാരിക്കുക. കാണാൻ പോയപ്പോൾ തമിഴിലാണ് MGR സംസാരിക്കുന്നത്. പക്ഷെ വയലാരബി തമിഴ് സംസാരിച്ചിട്ട് MGR എന്താ ചെയ്യുന്നത് വെച്ചാൽ മലയാളത്തിൽ ഇങ്ങോട്ട് സംസാരിച്ചു. കാരണം MGRന് ആരെ വേണം, വയലാരബിന് ആവശ്യമുണ്ട്. മറ്റേ ശ്രീനിവാസനാണ് ഇദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുള്ളൂ. അപ്പൊ ആ രീതി സ്റ്റാച്യു ഉള്ള ഒരു നേതാവായിരുന്നു. അങ്ങേരെയൊക്കെ നഷ്ടപ്പെടുത്തി. പിന്നെ വടക്കാണെങ്കിൽ അത്രയും സ്റ്റാച്യു ഉള്ള ഒരു തീയപ്രമാണിയാണ് ഈ സുധാകരൻ. സുധാകരനെ നല്ല പ്രായത്തിലാക്കാതെ പിന്നെ സൈഡാക്കി. ഇനി നിങ്ങൾ സാക്ഷാ നാരായണ ഗുരുവിനെ കൊണ്ട് അവിടെ നിർത്തിയാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. 72 മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണ്, ബൂത്ത് ലെവൽ മുതൽ. പ്രകാശ് അതൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ നോക്കുക, അടൂർ ഈ സ്റ്റാച്യു ഉണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്വഭാവം നിങ്ങൾ മുക്കിന് ഗുണ്ടാക്രമണം, ക്യാമ്പസുകളിൽ മൊത്തം ഈ പറയുന്ന എന്താണ് ഒരു സെമി ഫാസിസ്റ്റ് സ്വഭാവം. ഇതിനിടെ KSUക്കാരനെയും അതുപോലെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെ രക്ഷ അടിച്ചാൽ തിരിച്ചടിക്കുന്ന സംവിധാനം വേണം. മനസ്സിലായി? നിങ്ങൾ രാഷ്ട്രീയം ഇവിടെ AC-ലൊക്കെ ഇരുന്ന് പറയാൻ പറ്റും. താഴെത്തട്ടിൽ അതല്ല. നിങ്ങളൊരു വീട്ടിൽ പോയി പിന്നെ വോട്ട് പിടിച്ചുകൊണ്ട് അതങ്ങ് ബൈക്കിൽ വന്ന് തല്ലുന്നത്. സോഷ്യൽ മീഡിയയിൽ അതെടുത്ത് ചാനലുകൾ ഡിസ്കഷനായി. യൂത്ത് കോൺഗ്രസ്സുകാർ ഈ സമയത്ത് കുറെ സമരങ്ങളും എത്ര സമരമുണ്ട്? അത് സ്ഥിരം കലാവേദിയല്ലേ? നിങ്ങൾ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു എത്ര ആൾ വരും? എന്നാൽ CPM സമരം സംഘടിപ്പിച്ചു എത്ര? ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടെങ്കിൽ അവന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ CPM ഇലക്ട്രിസിറ്റി ബോർഡിൽ മറ്റു ജോലി കിട്ടും, കോർപ്പറേറ്റ് സൊസൈറ്റികളിൽ ജോലി ചെയ്യുന്നു, അവരെ കുട്ടികളെ പല സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഇപ്പം മരിച്ചു പോയാൽ ഇവർ രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തെ പാർട്ടി ഏറ്റെടുക്കുന്നു. ജയിലിൽ പോയാൽ അവിടെ ഇവരും പ്രൊട്ടക്ഷൻ, അവനാണ് ഭരിക്കുന്നത്. ഇങ്ങനെ വല്ല കോൺഗ്രസിൽ എടുക്കും. ഈ അടി കൊള്ളാൻ കുറെ അനുയായികളും പിന്നെ നേതാക്കന്മാരാവാൻ പിന്നെ കുറച്ചാളുകളും അവരുടെ മക്കള് അവർ മരിച്ച അടുത്ത നേതാവ്. അതെങ്ങനെ ശരിയാവുക? ബാക്കിയുള്ളവരുടെ വീട്ടിലെ പിള്ളേരൊക്കെ അടി കൊള്ളാവുള്ളത്. ഇവർ MLA-മാർ MP-മാരെ, ഇവർക്ക് എന്താ പ്രത്യേക ജെൻസാണ്? ഈ പറയുന്ന പല MLA-മാരെ MP-മാരെ ഒരു ശേഷിയില്ലാത്തവർ. അതിനെക്കാട്ട് നല്ലവൻ ജ്യോതികുമാർ ചാമക്കാല മറ്റു പലരെക്കാട്ടും മുമ്പേ MLA ആവേണ്ട ആളാണ്. ജ്യോതിക്ക് ഒരു സീറ്റ് കൊടുത്തു തന്നെ കഴിഞ്ഞവിടെ. അങ്ങനെ ഒരുപാട് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോഴും പുറത്തിരിക്കുന്നുണ്ട്. ആ പിന്നെ ചെങ്ങന്നൂർ മത്സരിച്ച് തോറ്റ ആളില്ലേ, എന്താ വിജയകുമാർ അന്ന് കർണാടക സമയത്ത് അവിടെ MLA ആവേണ്ട ആളാണ്. അപ്പൊ വിജയകുമാർ MLA ആയി കഴിഞ്ഞാൽ സെൻട്രൽ ട്രാവൻകൂറിൽ വേറെ ചില കോൺഗ്രസ് ഇയാൾ കഴിവുള്ള ആളാണ്, ആള് സാധ്യത മാറും. അതുകൊണ്ട് വേറെ ഒരു ലേഡീനെ പിടിച്ചവിടെ സ്ഥാനാർത്ഥിക്കുക. അവരും ആ പാർട്ടി വിട്ടു പോവുകയും ചെയ്തു. എന്നിട്ട് ആ ലേഡി പോയി, ശോഭന ജോർജ് പോയി. പിന്നെയും 2 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെ ഒരു ബൈ ഇലക്ഷൻ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് പോലും പ്രവർത്തിക്കാൻ പോയില്ല. ഇതാണ് സ്ഥിതി. അപ്പൊ പ്രവർത്തകർക്ക് അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഫീല് വേണം. നിങ്ങൾ ഇതെന്ന് എന്തുകൊണ്ട് എനിക്ക് തന്നെ എൻ്റെ വാപ്പ ഈ പാർട്ടി ആൻഫ ഉമ്മയുടെ വാപ്പയും. അപ്പം വാപ്പാനെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അത് CPM-മാരും ഈ പറഞ്ഞ ജനതാദളിലും RSS-കാരും കൂടി കൊല്ലാൻ തീരുമാനിച്ചായിരുന്നു. കാരണം അന്നത്തെ രാഷ്ട്രീയം അതാണ്, അടിയന്തരാവസ്ഥ അവർക്ക് എതിരായിരുന്നു. അല്ല RSS-കാർ പക്ഷേ പിന്നെ അവരങ്ങോട്ട് മാറി, അവരൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഉമ്മാൻ്റെ കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അതും ഏതാണെങ്കിൽ സോൾവ്. ഈ സോഷ്യലിസ്റ്റുകാർ കൊല്ലാൻ നടക്കും. 2 തവണ വാപ്പാൻ്റെ കയ്യിൽ വധശ്രമം നടന്നിട്ടുണ്ട്. 2 തവണയും വാപ്പയുടെ അനിയൻ അഭ്യാസികളായിരുന്നു. അവർ തിരിച്ചടിച്ച് രക്ഷപ്പെട്ടതാണ്. പക്ഷെ അന്നൊക്കെ ഒരു കാര്യം, കോൺഗ്രസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൊട്ടക്ഷൻ ഇല്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് കോൺഗ്രസിന് അടികൊണ്ട് അടികൊണ്ട് അവിടെ കിടക്കുകയുള്ളൂ. ഇവർ നേതാക്കന്മാർ വരും പോകും, അത്രയേ ഉള്ളൂ. ഇലക്ഷൻ സമയത്ത് ഈ പാവങ്ങൾ വേണം. 5 പൈസ പോലും കൊടുക്കില്ല ഇലക്ഷൻ സമയത്ത്. ഫണ്ട് ആ സമയത്ത് വരുന്ന നേതാക്കന്മാർ ഈ പാവങ്ങൾ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ്. അപ്പൊ ആ കുടുംബങ്ങൾ എന്നെ പോലുള്ള ആളുകളാണ് ഇപ്പോഴത്തെ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന്റെ. നമ്മളിപ്പോ 40 കഴിഞ്ഞ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടോ, അതിനുശേഷം വന്ന പിള്ളേരാണ്. അവർ നോക്കുമ്പോൾ എന്താണ്, ഈ വെറുതെ പലർക്കും നേതാക്കന്മാരാകാൻ വേണ്ടി നമ്മൾ വലിയാടായി കൊടുക്കണം. സിദ്ധാർത്ഥ വായ്മനത്തിന് നേതാവാൻ വേണ്ടി സാധാരണക്കാരൻ വലിയാടായി കൊടുക്കണം, അല്ല അവർ പ്രൊട്ടക്ഷൻ കൊടുക്കണം. CPM-നെ BJP-ക്കാരെ അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റണം. ചുരുങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ ഇടപെടാൻ പറ്റണം. അതുണ്ടാക്കാത്ത സമയത്തോളം അടൂർ പ്രകാശല്ല ആരുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇനി അടൂർ പ്രകാശത്തെ ഇത് ചെയ്യാൻ പറ്റിയാൽ അതെനിക്ക് ഓർമ്മയില്ല. അടൂർ പ്രകാശ് അങ്ങനെ തിരിച്ചടിക്കുന്ന നേതാവല്ല. ഉപജാപങ്ങളിലൂടെ നടത്താനൊക്കെ പറ്റും. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അങ്ങനെ പറ്റുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ ജനറേഷനിൽ ബൽറാം ചിലപ്പം പറ്റും, ചിലപ്പോൾ ഷാഫി പറ്റും.
പിന്നെ അങ്ങനെ പുതിയ പയ്യന്മാരുണ്ടല്ലോ ഈ ചാനൽ ചർച്ച വന്ന് ഒച്ചപ്പാണ്ടാക്കി നോക്കട്ടെ, പലതിനും വലിയ ഗഡ്സ് ഒന്നുമില്ല. പലരും നിങ്ങൾ സമരവേദികൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ചില ആളുകൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗഡ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഷാഫിക്ക് ഒരു ഇൻബോൺ ഗഡ്സ് ഉണ്ട്. ഈ പറയുന്ന ഇവന് ബൽറാമിനുണ്ടെന്ന് തോന്നുന്നു. ബൽറാം അടിച്ചും തിരിച്ചടിച്ചൊക്കെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നത്. പിന്നെ ഉള്ളത് രാഹുൽ മങ്കൂട്ട എനിക്ക് അറിയില്ല, അതിൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ രാഹുലിനെയും കൂടി കൂട്ടാൻ തോന്നുന്നു. കുറച്ചുകൂടി ആ സെൻട്രൽ ട്രാവൻകൂറിൻ്റെ ഒരു നായരാന്ന് തോന്നുന്നു കേട്ടോ. സെൻട്രൽ ട്രാവൻകൂറിന് അവൻ ആദ്യത്തുണ്ട് അവന്. അതുകൊണ്ട് അവൻ ആദ്യത്തെ മാത്രമല്ല ആ ഒരു ധൈര്യം ഉണ്ടെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ചില സമയത്ത് ക്യാമറയ്ക്ക് വേണ്ടി കളിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും പയ്യന്മാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഷാഫിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഫീലുണ്ട്. ഷാഫി അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നടക്കും. എന്തായാലും നമുക്ക് KPCC പ്രസിഡന്റ് എന്നുള്ള ചർച്ച അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും, സുധാകരൻ മാറുന്നതുവരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.